നമസ്കാരം. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലുണ്ടായ വ്യാജമദ്യ ദുരന്തത്തിൽ 55 പേർ മരിച്ചു. ദുരന്തം നിസ്സാരമല്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി സർക്കാരിന് രക്ഷപ്പെടാനാകില്ലെന്നും രൂക്ഷ വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുകയാണ്. അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പലതവണ വ്യാജമദ്യ ദുരന്തങ്ങൾ ആവർത്തിച്ചിട്ടും മുൻകരുതൽ നടപടികളെടുക്കാതെ തമിഴ്നാട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്ന് മദ്രാസ് ഹൈക്കോടതി ഉന്നയിച്ചത്. കഴിഞ്ഞ വർഷം ചെങ്കൽപ്പേട്ടയിലും വിളപൊരുത്തം നടന്ന വ്യാജമദ്യ ദുരന്തത്തിന്റെ നടപടിയെടുക്കുന്നതിന് വിവരങ്ങൾ എവിടെയെന്ന് കോടതി ചോദിച്ചു. അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ട എന്നും ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം ഇവിടെ നഷ്ടമാകുന്നത് മനുഷ്യജീവനുകളാണെന്നും കോടതി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അടുത്ത ബുധനാഴ്ചക്കകം സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദമായ സത്യവാങ്മൂലം നൽകാൻ കോടതി ഉത്തരവിട്ടു. നിയമസഭയും പ്രക്ഷുബ്ധമാണ്. പ്ലക്കാർഡുമായി നിയമസഭയിലെത്തി നടുകളത്തിൽ പ്രതിഷേധിച്ച് അണ്ണാ-DMK അംഗങ്ങളെ സ്പീക്കർ പുറത്താക്കിയെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അവസാന നിമിഷം മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചതോടെ സ്പീക്കർ ഇവരെ തിരിച്ചു വിളിക്കുകയാണ്. സംസ്ഥാനത്തെ നടുക്കിയ വ്യാജ മദ്യദുരന്തത്തെ ചൊല്ലി തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന്റെ 2ാം ദിനം ബഹളത്തിൽ മുങ്ങിയ കാഴ്ചയാണ് കണ്ടത്. കറുത്ത വസ്ത്രമണിഞ്ഞ് പ്ലക്കാർഡുമായി സഭ തുടങ്ങിയപ്പോൾ തന്നെ എത്തിയ അണ്ണാ-DMK MLA-മാർ നടുത്തളത്തിലിറങ്ങി ബഹളം വച്ചു. അതേസമയം തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വ്യാജമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതിയായ ചിന്നദുരയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ CBCID ഉദ്യോഗസ്ഥർ അതിസാഹസികമായാണ് ചിന്നദുരയെ അറസ്റ്റ് ചെയ്തത്. 100ഓളം വ്യാജമദ്യ ദുരന്ത കേസിലെ മുഖ്യപ്രതിയാണ് പിടിയിലായ ചിന്നദുരയെന്ന് തമിഴ്നാട് പോലീസ് വ്യക്തമാക്കി. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് കടലൂരിൽ നിന്നാണ്. വ്യാജമദ്യ ദുരന്ത കേസുമായി ബന്ധപ്പെട്ട് ഗോവിന്ദരാജ്, ദാമോദരൻ, വിജയ് എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. കള്ളക്കുറിച്ചിയിൽ വ്യാജമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ 50ആയി ഉയർന്നിട്ടുണ്ട്. വ്യാജമദ്യ ദുരന്ത സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ്. വ്യാജമദ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 100ലധികം കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തി എങ്ങനെ ജയിലിൽ പുറത്തിറങ്ങിയെന്ന സമാന കുറ്റകൃത്യങ്ങൾ തുടരുന്നു എന്നത് ചൂണ്ടിക്കാട്ടി സ്റ്റാലിൻ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. വ്യാജമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ രാജ്ഭവൻ നടപടി ആരംഭിച്ചു. ഗവർണർ ചീഫ് സെക്രട്ടറിയോട് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതേസമയം ഫോറൻസിക് പരിശോധനയിലൂടെ മദ്യത്തിൽ മെഥനോളിന്റെ അംശം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലോഡിംഗ് തൊഴിലാളികളും ദിവസവേതനക്കാരുമാണ് അപകടത്തിൽപ്പെട്ടതിൽ ഭൂരിഭാഗവും. ഇതിനിടെ വ്യാജമദ്യ ദുരന്തത്തിന് പിന്നാലെ ജില്ലാ കളക്ടർ ശ്രാവൺ കുമാറിനെ സ്ഥലം മാറ്റി. ഇത് മദ്യദുരന്തമല്ല എന്ന് ശ്രാവൺ പറഞ്ഞതിന് പിന്നാലെയാണ് സർക്കാർ അടിയന്തരമായി സ്ഥലം മാറ്റിയത്. ജില്ലാ പോലീസ് മേധാവിക്കെതിരെയും നടപടി സ്വീകരിച്ചു. തമിഴ്നാട്ടിൽ BJPയുടെ ശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. അണ്ണാമലൈ ആശുപത്രിയിലെത്തി മദ്യദുരന്തത്തിൽ മരിച്ചവരെയും ചികിത്സയിൽ ഉള്ളവരെയും കാണുന്നുണ്ട്. അതുകൂടാതെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അമിത്ഷായ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ വ്യാജമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് വ്യക്തമായ വാർത്ത. CBI അന്വേഷണം ഉടനടി പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള നേതാക്കൾ തമിഴ്നാട്ടിൽ എത്തും. വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ എത്താനാണ് കൂടുതൽ സാധ്യത.